റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിലെന്ന സന്ദേശം. യുക്രൈന്റെ ആക്രമണത്തിലാണ് കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ജെയിനാണ് ഈ വിവരം ബന്ധുക്കളെ അറിയിച്ചത്. മരിച്ച ബിനിൽ ബാബുവിന്റെ സുഹൃത്താണ് ജെയിൻ. ജനുവരി 5-നാണ് ബിനിൽ കൊല്ലപ്പെടുന്നത്. 6-ാം തീയതിയാണ് ബിനിലിന്റെ മൃതദേഹം ജെയിൻ കാണുന്നത്. തൊട്ടു പിന്നാലെ ഉണ്ടായ ആക്രമണത്തിൽ ജെയിനും പരിക്കേറ്റിരുന്നതുമായിട്ടാണ് വിവരം. ബിനിലിന്റെ മൃതദേഹവും മോസ്കോയിൽ ചികിത്സയിലുള്ള ജെയിനിനെയും നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ എംബസി അധികൃതരാണ് ബിനിലിന്റെ ഭാര്യ ജോയ്സിയെ മരണവിവരം അറിയിച്ചത്. കുട്ടനെല്ലൂർ തോലത്ത് വീട്ടിൽ ബാബുവിന്റെയും ലൈസിയുടെയും മകനാണ് ബിനിൽ. 2024 ഏപ്രിൽ 4-നാണ് രണ്ടുപേരും റഷ്യയിലെത്തിയത്. രണ്ടുപേരെയും ഇലക്ട്രീഷ്യൻ ജോലിക്കെന്ന് ധരിപ്പിച്ചാണ് റഷ്യയിലെത്തിച്ചത്. റഷ്യയുടെ യുദ്ധത്തിൽ 300 ഉത്തര കൊറിയൻ സൈനികർ കൊല്ലപ്പെടുകയും 2700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. 2 ഉത്തര കൊറിയൻ സൈനികരെ യുക്രൈൻ തടങ്കിലാക്കി. 10,000-ത്തിലധികം സൈനികരെയാണ് കിം ജോങ് ഉൻ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് അയച്ചത്. അതേസമയം റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇതുവരെ 2500-ഓളം യുക്രൈൻ കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ സമിതി യൂണിഫൈസിന്റെ കണക്ക്. യുദ്ധത്തിൽ യുക്രൈനിലെ നിരവധി സ്കൂളുകൾക്ക് നേരെയും ബോംബാക്രമണം ഉണ്ടായെന്നും നിരവധി വീടുകൾ തകർക്കപ്പെട്ടു എന്നും യൂണിസെഫ് അറിയിച്ചു. പല കുടുംബങ്ങളും വിവിധ ഇടങ്ങളിലായി മാറി താമസിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണെന്നും യൂണിസെഫ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ.